കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിലാണ് രോഗി നിലവിൽ ചികിത്സയിലുള്ളത്. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയാണ് ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയാണ്? ഒപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്? ക്രിസ്റ്റ്യന, അമൽ, ഗുഡ് മോർണിംഗ്. ഈ നിപ്പ ബാധിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ശ്വസിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളുമാണ്. ഇതിൽ 13 പേരോട് നിർബന്ധമായി ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിലവിൽ ഈ 77 പേരുടെ സമ്പർക്ക പട്ടികയിൽ ആർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല, രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. ആർക്കെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ പരിശോധനയ്ക്കായി വിധേയമാക്കുകയുള്ളതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നിപ്പ സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാമനാട്ടുകര സ്വദേശി ഒരു ശുചീകരണ തൊഴിലാളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഫറോക്കിൽ അദ്ദേഹം ഒരു ഒഴിഞ്ഞ ഗോഡൌൺ ശുചീകരിക്കാൻ ചെന്നിരുന്നു. അവിടെ വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ വൈറസ് ബാധ ഏറ്റിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. ഈ ശുചീകരണത്തിനായി ചെന്നതിന് 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കടുത്ത പനി അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ഫറോക്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടിയിരുന്നു. അവിടെ പനി മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ഈ നിപ്പയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് ഈ പരിശോധന നടത്തിയത്. അദ്ദേഹത്തിന്റെ സ്രവ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിലേക്ക് അയച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിനൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിനായി ഇദ്ദേഹത്തിന്റെ സ്രവ സാമ്പിളുകൾ പൂനെയിലെ NBS ലാബിലേക്ക് അയച്ചിരുന്നു. അവിടുത്തെ ഫലം ഇന്നലെ ഉച്ചയോടെ ലഭിച്ചു. അവിടെയും ഫലം പോസിറ്റീവാണ് ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഈ ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് ഇത് നിപ്പ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരു റൂട്ട് മാപ്പ് ഇന്നലെ ആരോഗ്യ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള തീയതികളിൽ ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ നിലവിൽ ഈ പ്രദേശത്ത്, അതായത് ഈ കോഴിക്കോട് ജില്ലയിൽ ഒരു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, അമൽ. അനീഷ്, നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഒരു നിഗമനം ഇത് വവ്വാലിൽ നിന്ന് തന്നെയാണ് ഈ നിപ ബാധ ഉണ്ടായിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇന്നലെ ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞത് ഈ വവ്വാലിന്റെ പ്രജനന കാലം അത് സെപ്റ്റംബർ വരെ ഉണ്ടാവും, ആ മാസങ്ങളിൽ നല്ല ജാഗ്രത വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലയിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളും പ്രതിരോധ നടപടികളൊക്കെയാണ് ആരോഗ്യവകുപ്പ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്? അമൽ, നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. ഈ വവ്വാലിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ വൈറസ് ബാധ ഏറ്റിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഫറോക്കിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌൺ വൃത്തിയാക്കാൻ ചെന്നിരുന്നു. അവിടുത്തെ പറമ്പിൽ നിന്ന് ഇദ്ദേഹം സപ്പോട്ട കഴിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സപ്പോട്ട ഒരു പക്ഷേ വവ്വാലുകൾ കഴിച്ചതാകാം എന്നൊരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് വൈറസ് ബാധ ഏറ്റിരിക്കുന്നതെന്നുമാണ് ആരോഗ്യവകുപ്പ് നമുക്ക് നൽകുന്ന ഒരു വിവരം. നിലവിൽ ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എങ്കിലും നിയന്ത്രണം ആവശ്യമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഐസൊലേഷൻ വാർഡിന്റെ ഭാഗത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല, അതുപോലെ ജീവനക്കാർക്കും പ്രവേശനമില്ല. രോഗികൾക്കോ കൂട്ടിയിരിക്കുന്നവർക്കോ ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ആ ഭാഗത്ത് ഈ ഐസൊലേഷൻ വാർഡായി പ്രവർത്തിക്കുന്ന ഭാഗത്തായിരുന്നു നിലവിൽ വാഹന പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്ന. നിലവിൽ അത് ഈ ജില്ലാ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം അതുപോലെ ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. അമൽ. ശരി, എന്തായാലും കോഴിക്കോട് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട എല്ലാവിധ സഹായവും ചെയ്യാനായിട്ടുള്ള നമ്പറുകളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുമല്ലോ, നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.